ഇസ്രായേൽ സൈന്യത്തിന് നേരെ തെല്ലും കൂസാതെ തല ഉയർത്തിപ്പിടിച്ച് നടന്നു മുന്നേറിയ മനുഷ്യൻ വെള്ളക്കോട്ടണിഞ്ഞ് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൂടെ തൻ്റെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഇസ്രായേൽ സൈനികർക്ക് മുന്നിലേക്ക് നടന്നു കയറിയ ധീര പോരാളി. എന്തു വന്നാലും ഞാൻ എൻ്റെ ആശുപത്രി വിടില്ല, എൻ്റെ ജനങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേൽ ടാങ്കറുകൾക്ക് മുന്നിലേക്ക് നടന്നു വന്നത്. വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രിയായ കമാൽ അദ്വാൻ ആശുപത്രിയുടെ ജനറൽ ഡയറക്ടറും ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ ഹുസാം അബു സഫിയയാണ് ഈ ധീരൻ. ഇസ്രായേൽ തടവിലാക്കുന്നതിന് മുൻപ് ക്യാമറയിൽ പതിഞ്ഞ ചിത്രമാണ് മുകളിൽ പറഞ്ഞത്. ആ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യനാണ് അദ്ദേഹം തന്നെയാണ് ആ ആശുപത്രിയുടെ ഡയറക്ടറും. ഒരിക്കലും ഓടിപ്പോകില്ല, എൻ്റെ ജനങ്ങൾക്കൊപ്പം ഞാനുണ്ടാകും. ഗസ ഞങ്ങളുടെ മാതൃഭൂമിയാണ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എല്ലാമാണ്. ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും പോലെ ഗസയിലെ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം വേണം. ഇവിടെ ഈ ആശുപത്രിയിൽ തുടരുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നെനിക്കറിയാമെങ്കിലും അവസാനം വരെയും ഇവിടം വിട്ടുപോകില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ ഡോക്ടർ ഹുസാം പറയുന്നത് ഇങ്ങനെയാണ്. 1973 നവംബർ 21 വടക്കൻ ഗാസ മുനമ്പിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1948 അഷ്കലോൺ ജില്ലയിലെ ഫലസ്തീൻ പട്ടണമായ ഹമാമയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പീഡിയാട്രിക്സിലും നിയോനറ്റോളജിയിലും ബിരുദാനന്തര ബിരുദവും ഫലസ്തീൻ ബോർഡ് സർട്ടിഫിക്കേഷനും അദ്ദേഹം നേടിയിട്ടുണ്ട്. 2023 ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ ആശുപത്രിക്ക് മേൽ ഇസ്രായേൽ ബോംബ് വർഷിക്കുന്നു. ആശുപത്രി ഒഴിയണമെന്ന നിരവധി തവണ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കമാൽ അദ്വാൻ ആശുപത്രി ഒഴിയാൻ ഹുസാം അബു സഫിയ കൂട്ടാക്കിയില്ല. വ്യോമാക്രമണം നടത്തുന്നതിനിടെ പ്രദേശത്തെ ഫലസ്തീനികൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഇസ്രായേൽ നിർത്തലാക്കി. ഷെല്ലാക്രമണം നടത്തി നൂറുകണക്കിന് സാധാരണക്കാരെയും കൊന്നൊടുക്കി. ആശുപത്രിയിലെ ഓക്സിജൻ നൽകുന്ന ജനറേറ്റർ അവർ ഓഫ് ചെയ്തു. ICUവിൽ കിടക്കുന്ന 2 കുഞ്ഞുങ്ങളുടെ ജീവൻ ഇതുമൂലമെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ രോഗികളെയും ആശുപത്രിയുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ സൈനികർ ആവശ്യപ്പെട്ടു. ആശുപത്രി ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. ഇക്കൂട്ടത്തിൽ അബു സഫിയയെയും അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുന്നു. അന്ന് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ 21-കാരനായ മകൻ ഇബ്രാഹിമിനെ അവർ കൊലപ്പെടുത്തി. ആശുപത്രി വിടാൻ വിസമ്മതിച്ചതിന് ശിക്ഷയായി മകനെ കൊലപ്പെടുത്തി എന്നായിരുന്നു അബു സഫിയയുടെ പ്രതികരണം. ആശുപത്രി വളപ്പിലെ താൽക്കാലിക ശ്മശാനത്തിൽ മകനെ ഖബറടക്കുകയും ചെയ്തു. ദിവസേന ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് വീഡിയോയിലൂടെ ലോകത്തെ അറിയിക്കുകയും ആക്രമണം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര ഇടപെടലിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു ഹുസാം അബു സഫിയ. നവംബറിൽ ഇസ്രായേൽ വീണ്ടും ആശുപത്രി ആക്രമിച്ചു. അതൊരു ഡ്രോൺ ആക്രമണമായിരുന്നു. അത് സഫിയയുടെ ഓഫീസിന്റെ നേർക്കായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ആശുപത്രി കിടക്കയിൽ കിടക്കും നേരം സഫിയ വാട്സാപ്പിൽ ഇപ്രകാരം ഒരു സന്ദേശം കുറിച്ചു: ഇതൊന്നും ഞങ്ങളെ തടഞ്ഞു നിർത്താൻ പോകുന്ന ഒന്നല്ല എന്ന്. എൻ്റെ ജോലി സ്ഥലത്ത് നിന്നാണ് എനിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇത് ഞാൻ ബഹുമതിയായി കാണുന്നു. എൻ്റെ ചോരയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരുടെയോ ഞങ്ങൾ ചികിത്സിക്കുന്ന ആളുകളുടെയോ ചോരയേക്കാൾ യാതൊരു മേന്മയുമില്ല. ഞാൻ സുഖം പ്രാപിച്ചാൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ രോഗികളുടെ അടുത്തെത്തും. അദ്ദേഹം അന്ന് പറഞ്ഞത് വെറും വാക്കുകൾ ആയിരുന്നില്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.